പ്രധാനപ്പെട്ട ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മക്കളെ. ഈ സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാം. സംഭവം മറ്റൊന്നുമല്ല, അതായത് നിലവിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞാൽ എത്ര സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ എത്ര 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 സീറ്റുകൾ നേടുമെന്നുള്ള ഏറ്റവും പുതിയ സീ വോട്ടർ സർവേ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി വരാൻ പോകുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച എന്തായാലും ഇപ്പോഴേ വ്യക്തമാണ് എന്ന് എടുത്ത് പറയാം. സമയം കളയാതെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദി BJP തന്നെ ഭരണം തുടരുമെന്നുള്ളത് തന്നെയാണ് ഈ സർവേ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത്. അതായത് നരേന്ദ്രമോദി BJPക്ക് ലഭിക്കുന്ന സീറ്റുകൾ 326 സീറ്റുകളാണ് ലഭിക്കുന്നത്. 326 സീറ്റുകളുമായിട്ട് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP NDA സഖ്യം വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യം, രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം നേടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 185 സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ, ദേശീയ സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് കൃത്യവും വ്യക്തവുമാണ്. 326 സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഭൂരിപക്ഷവും മറികടന്നുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം. അതായത് 2024 BJPക്ക് ലഭിച്ച സീറ്റുകളെക്കാട്ടിലും വളരെ കൂടുതൽ സീറ്റുകൾ ലഭിക്കും. 300 കടക്കുമെന്ന് തന്നെയാണ്. 292 സീറ്റുകളോ 294 സീറ്റുകളോ ഒന്നുമല്ല, അതിലും അപ്പുറം മാറി ഇപ്പോൾ 326 സീറ്റുകളിലേക്ക് BJP എത്തുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യ സഖ്യത്തിന് 232 സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യം 185ലേക്ക് ചുരുങ്ങുമെന്ന്, അതായത് 200 കുറയുമെന്ന്, 200-ൽ നിന്നും താഴോട്ട് പോകുമെന്നാണ് ഈ സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. 232 സീറ്റുകളിൽ നിന്നും 185 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുന്ന തരത്തിലോട്ട് ഇന്ത്യ സഖ്യം മാറുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇതെന്ന് പറയുന്നത് BJP ഒറ്റയ്ക്ക് 261 സീറ്റുകൾ നേടുമെന്ന് പറയും. അതായത് BJPക്ക് 2024 ലഭിച്ച സീറ്റുകൾ 240 സീറ്റുകളായി, അതിൽ നിന്നും സീറ്റുകൾ വർദ്ധിക്കുമെന്ന് പറയുന്നു. 261 സീറ്റുകളിലേക്ക് എത്തുമെന്ന് പറയുന്നു. അതേസമയം കോൺഗ്രസിന് സീറ്റുകളിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റമില്ല. 106 സീറ്റുകളാണ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ലഭിക്കുന്നതായിട്ട് പറയുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യം ടോട്ടലി ഒരു പരാജയമാകും എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് കൃത്യമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതിൽ വോട്ട് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും BJPക്ക് 45% കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് കൊടുത്തിരിക്കുന്നത് 39% കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ BJP വിജയം ഉറപ്പിക്കും എന്നുള്ള സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയതെന്ന് പറയുന്നത്, നിലവിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും ഈ ഒരു തരത്തിലുള്ള സർവേ റിസൾട്ട് ഇങ്ങനെ BJPക്ക് NDAക്ക് അനുകൂലമാകണമെങ്കിൽ, അതായത് ഈ പറയുന്നതിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ CJP സമരം, അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദി ഇപ്പോൾ പിടിച്ച് താഴെ ഇറക്കും, അതാണ് ചക്കയാണ് ചുണ്ണാമ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു പ്രതിപക്ഷവും കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ CJP പാർട്ടികളും ഒക്കെ തന്നെയും. എന്നിട്ട് എന്താണ് ജനങ്ങളുടെ വിശ്വാസം അതിപ്പോഴും BJPക്കൊപ്പമാണ്, അല്ലെങ്കിൽ NDAക്കൊപ്പമാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു സർവേ. ഇതുകൊണ്ടും തീരുന്നില്ല. ഇനി അടുത്തത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആര് വരണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഇതിൽ പറയുന്നത് മോദി തന്നെയാണ് ഇപ്പോഴും നമ്പർ 1 എന്നുള്ളത് തന്നെയാണ്. അതായത് മോദിക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 50%-ഓളമാണ് സപ്പോർട്ട്. ആ ഒരു തരത്തിൽ ഇതിൽ പറയുന്ന 50%-ഓളം. രാഹുൽ ഗാന്ധിക്ക് 27%. എന്നാൽ ഇതിൽ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിജയ്യാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു 9%-വുമായി. അതേസമയം മമതാ ബാനർജി, അഖിലേഷ് യാദവിനൊക്കെ തന്നെ 2-1% 4-5 സ്ഥാനത്തൊക്കെ. അതിന്റെ കൂട്ടത്തിൽ അഭിജിത് ദീപ്കെ, അതായത് പാർട്ടികളുടെ അഭിജിത് ദീപ്കയ്ക്കും 1% എന്നുള്ള കണക്കിൽ അഭിജിത് ദീപ്കയും ഈ കൂട്ടത്തിലുണ്ട് എന്ന് എടുത്ത് പറയാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമുക്കറിയാം ഇപ്പോൾ BJP തുടരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടാവും എന്നുള്ളത് വ്യക്തം. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ അവർ നിൽക്കുന്നു എന്നുള്ളതും ജനങ്ങളുടെ വിശ്വാസം ഇപ്പോഴും അവരിലാണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഇതിൽ എടുത്തു പറയേണ്ടത് അനിവാര്യപ്പെട്ട കാര്യമാണ്. കാരണം നരേന്ദ്രമോദി, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ട് വീണ്ടും വരേണ്ട ഒരു വ്യക്തി എന്നുള്ള ചോദ്യത്തിൽ പോലും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള ചോദ്യത്തിൽ പോലും നരേന്ദ്രമോദി ഇപ്പോഴും, അതായത് ഈ 12-13 കൊല്ലത്തോളം 3 ടേം തുടരെ പ്രധാനമന്ത്രിയായി ഭരിച്ചിട്ട് പോലും നരേന്ദ്രമോദിക്ക് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നിലനിർത്താനായിട്ട്, ആ ഒരു സപ്പോർട്ട് നിലനിർത്താനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതായത് 4ാം ടേമും 4th ടേമും നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിൽ എത്താം എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഇപ്പോഴേ ഈ ഒരു സർവേ റിസൾട്ടിൽ തന്നെ വ്യക്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു 4th ടേം എന്നൊക്കെ പറയുന്നത് അത് തീർച്ചയായിട്ടും അത്രയ്ക്കും വലിയ ഒരു റെക്കോർഡാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത്. അത് നരേന്ദ്രമോദിക്കായാലും അതേസമയം BJP സംബന്ധിച്ചിടത്തോളം ആയാലും വീണ്ടും ഒരു ഭരണത്തിൽ അതിൻ്റെതായിട്ടുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് വീണ്ടും വരിക എന്ന് പറയുന്നത്
ഒട്ടും ചെറിയൊരു കാര്യമല്ല. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതായത് അവർ പാടെ പരാജയമാകുമെന്ന് തന്നെയാണ് ഈ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 155 സീറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ നേടിയ അത്ര പോലും നേടാനായിട്ട് സാധിക്കാത്ത തരത്തിലോട്ട് 200 താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ വലിയ തോതിൽ BJPക്ക് ഒരു എന്താ പറയുക ഒരു ടൈറ്റ് ഫൈറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സമരങ്ങൾ അതോടൊപ്പം തന്നെ ഗവൺമെന്റിനോടുള്ള എതിർപ്പുകൾ കാര്യങ്ങൾ ഒക്കെ തന്നെയും ഒരറ്റത്ത് കൂടി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ഒരു വിശ്വാസം അതിപ്പോഴും BJP നിലനിർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിനോടുള്ള ഒരു വിശ്വാസം അതിപ്പോഴും ജനങ്ങൾക്ക് വളരെ വലിയ തോതിലുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് സി വോട്ടർ സർവേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ട ഈ ഒരു സർവേ റിസൾട്ടിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യം സംശയമില്ല. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ അവർക്ക് ഇനിയും ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതും വ്യക്തമായിട്ടൊരു കാര്യം തന്നെയാണ്. അതേസമയം ഈ പറയുന്നത് പോലെ തന്നെ BJP സംബന്ധിച്ചിടത്തോളം ആയാലും അവർ കൂടുതൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇനിയും എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം സർവേ ഫലം എന്നുള്ളത് അത് ഒരറ്റത്ത്, പക്ഷേ എങ്കിൽ പോലും അവർ ഇപ്പോഴും വളരെ ഹാർഡ് വർക്കായിട്ട് ഓരോ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെയ്യാനായിട്ട് ഇപ്പോൾ വളരെ വലിയ തോതിൽ തന്നെ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തം തന്നെയാണ്. അതൊക്കെ തന്നെ 2029 തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും സർവേ റിസൾട്ടിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താണ് സംഭവിക്കുക, അതായത് ജനങ്ങളുടെ ഇത്രത്തോളമുള്ള ആ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴും ഒരു മുൻതൂക്കം വളരെ വലിയ തോതിൽ തന്നെ നിലനിർത്താനായിട്ട് BJPക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത് CJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം മറ്റു പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും